ഫോണും തോണ്ടിയിരിക്കുന്ന തലമുറയെന്നാണ് ഇന്നത്തെ ജെൻസി തലമുറയെ നമ്മൾ വിശേഷിപ്പിക്കുക. 2000-നും 2012-നും ഇടയിൽ ജനിച്ചവരെയാണ് പൊതുവെ ജെൻസി എന്നറിയപ്പെടുന്നത്. ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്ന ഇക്കൂട്ടർക്ക് സമരം ചെയ്യാനും അറിയാം എന്ന് തെളിയിക്കുകയാണ് നേപ്പാളിലെ പ്രക്ഷോഭം. ദേശീയ സുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ ജെൻസികളുടെ പ്രക്ഷോഭം നേപ്പാളിലാകെ കത്തിപ്പടരുകയാണ്. തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമൊട്ടാകെ വ്യാപിച്ചു. യുവതലമുറയുടെ ശക്തമായ പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ മരണസംഖ്യയും ഉയരുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 16 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തെ ജെൻസി പ്രക്ഷോഭം എന്നാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കൗമാരക്കാരും യുവാക്കളുമാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ സർക്കാരിനെതിരെ വിപ്ലവം ആരംഭിച്ചത്. തലസ്ഥാനത്തെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രവേശിച്ച പ്രതിഷേധക്കാർ പോലീസിനെ നേരിട്ടതിനെ തുടർന്ന് കാഠ്മണ്ഡുവിന്റെ ചില ഭാഗങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100-ലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനിടയിലാണ് പോലീസ് വെടിവെപ്പ് ഉണ്ടായത്. ഇതോടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയായിരുന്നു. അതിശക്തമായ രീതിയിൽ ജെൻസി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള തീരുമാനത്തിലാണ് നേപ്പാൾ ഭരണകൂടം. ഇതിനായി പട്ടാളത്തെയും ഇറക്കി. വിവിധ നഗരങ്ങളിൽ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് പ്രതിഷേധം ആരംഭിച്ചതെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാഠ്മണ്ഡുവിലെ മൈദിഘർ എന്ന പ്രദേശത്താണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നായ മൈദിഘർ മണ്ഡൽ സ്മാരകം ഉൾക്കൊള്ളുന്ന തിരക്കേറിയ ഒരു റോഡും കൂടി ഉൾപ്പെടുന്നതാണ് ഇവിടം. സമാധാനപരമായി പ്രതിഷേധം പുരോഗമിക്കുന്നതിനിടെ കുറച്ച് ആളുകൾ അവരുടെ ഇരുചക്ര വാഹനങ്ങളിൽ ജനക്കൂട്ടത്തിനിടയിൽ വന്ന് കുഴപ്പങ്ങൾ സൃഷ്ടിക്കായിരുന്നുവെന്നാണ് പ്രതിഷേധ സ്ഥലത്ത് സന്നിഹിതനായിരുന്ന കാഠ്മണ്ഡുവിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായ 27-കാരനായ ആയുഷ് ബസിയാൽ പറയുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വ്യാപകമായ പങ്കാളിത്തം പ്രതിഷേധത്തിനുണ്ടായിരുന്നുവെന്നും ബസിയാൽ പറഞ്ഞു. ചിലർ അവരുടെ യൂണിഫോമിലാണ് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ലെന്നും ബസിയാൽ പറയുന്നു.